യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ചിന്തകൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായ വേദവചനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചതായ വാക്യം, ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ആ 2-ാം വാക്യമാണ് ചിന്തിച്ചത്. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. നമ്മൾ ചിന്തിച്ചു, ആദാമിന്റെ അടുക്കൽ പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ഒരു ഭക്ഷണകാര്യം പറഞ്ഞാണ് പിശാച് വന്നത്. അന്ന് അവൻ ജയിച്ചു. എന്നാൽ അതേ ജയം തന്നെ വീണ്ടും നടപ്പിലാക്കാം എന്ന് കരുതി പാപരഹിതനായ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പിശാച് കടന്നു വരികയാണ്. നോക്കണേ, പിശാച് ആ സമയം യേശുവിൻ്റെ ആ സമയത്തെ അവസ്ഥയാണ് യൂസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിലും പിശാച് പ്രവർത്തിക്കുന്നത് നമ്മുടെ അവസ്ഥകൾ നോക്കിക്കൊണ്ടാണ്. നമ്മൾ ഏതൊരു അവസ്ഥയിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ സമയത്താണ് പിശാച് നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ ശ്രമിക്കുന്നത്. 3-ാം വാക്യം നമ്മളിങ്ങനെ വായിച്ചു, അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു മരുഭൂമിയാണ്. സാധാരണ മരുഭൂമി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് മണൽ നിറഞ്ഞതായ സ്ഥലം, മണലാരണ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, മണൽക്കാട് എന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ഈ ഒരു മരുഭൂമി അങ്ങനെയുള്ള ഒരു മരുഭൂമി ആയിരുന്നില്ല. നിറച്ച് കല്ലുകൾ നിറഞ്ഞതായ മരുഭൂമി, അതും ബ്രെഡ് ലോസിന്റെ ഷേപ്പിലുള്ള, നമ്മുടെ സാധാരണയായിട്ട് റൊട്ടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഷേപ്പിലുള്ള കല്ലുകളെ കൊണ്ട് നിറഞ്ഞതായ ഒരു സ്ഥലമായിരുന്നു ഈ മരുഭൂമി എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നല്ല വിശപ്പുള്ള സമയത്ത് യേശു നോക്കുന്നിടത്തെല്ലാം ബ്രെഡിന്റെ ഷേപ്പുള്ള കല്ലുകളായിരിക്കാം കാണുന്നത്. ഇവിടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പിശാച് കൊമ്പും വാലും എല്ലാം കാണിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ളത്. അങ്ങനെയല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറിച്ച് ഈ പരീക്ഷകളെ പ്രലോഭനങ്ങളെന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. നമ്മുടെ ദേഹിയിൽ അഥവാ നമ്മുടെ മനസ്സ് അതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കാണ് പിശാച് വരുന്നത്. പിശാച് അവൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മനസ്സിനെ ഒരു ബാറ്റിൽ ഫീൽഡായിട്ട് വിശേഷിപ്പിക്കുന്നത്. പിശാച് ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് ദൃശ്യമായിട്ടല്ല. ഇനി ദൃശ്യമായിട്ട് വന്നാലും നമുക്ക് പിശാചിനെ കാണാൻ കഴിയത്തില്ല. പല ആളുകളും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. പിശാച് എപ്പോഴും അത് ഒരു ഭൂതമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അവനെ നമുക്ക് കാണുവാൻ കഴിയും. നോ, നമുക്ക് പിശാചിനെ കാണാൻ കഴിയത്തില്ല. കാരണം പിശാച് അവൻ ഒരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്. ദൂതന്മാർ ആത്മാവ് ആയിരിക്കുന്ന പോലെ പിശാചും ആത്മാവാണ്. അതുകൊണ്ട് നമുക്ക് പിശാചിനെ കാണാൻ കഴിയത്തില്ല. എന്നാൽ പിശാച് എന്ത് ചെയ്യുന്നു? പിശാച് ചെയ്യുന്നത് നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുക എന്നുള്ളതാണ്, നമ്മുടെ മനസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തെ ബാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്വാധീനിച്ച് അവരുടെ സ്വഭാവത്തെ നമുക്കെതിരാക്കി മാറ്റുന്നതായ പ്രവൃത്തികളാണ് പിശാച് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികളെല്ലാം ഇങ്ങനെയുള്ള തലത്തിലായിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരാൾ നമുക്ക് പെട്ടെന്ന് പ്രതികൂലമാകുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകുന്നത്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കാരണവും നമുക്ക് പ്രത്യേകിച്ച് കാണത്തില്ല. എൻ്റെ ജീവിതത്തിലും യാതൊരു കാരണവും ഇല്ലാതെ ആളുകൾ നമ്മളോട് വിചിത്രമായ സമീപനങ്ങൾ പുലർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പിശാചിന്റെ പ്രവൃത്തികളാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നാം അതിനനുസരിച്ച് നിൽക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും പിശാചിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ വഴികളിൽ ദൈവത്തിന്റെ വഴി തന്നെ വെളിപ്പെട്ട് വരും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പിശാചിനോട് എതിർത്തു നിൽക്കണം. പിശാചിനോട് എതിർത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കണമെന്നാണ് അതിനർത്ഥം. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ചില ആളുകൾ എന്താണെന്നറിയത്തില്ല, അവര് ഈ പിശാചിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. പിശാചിൽ വിശ്വസിക്കേണ്ട, പക്ഷെ പിശാച് ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് ഈ ആത്മീയ കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ കൺസേൺഡ് അല്ല.
ചിലപ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, അവരങ്ങനെ കൺസേൺ ആകാതിരിക്കുകയാണ് നല്ലതെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആത്മീയരായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ആത്മലോകവുമായിട്ടുള്ള ഒരു ബന്ധം വിശുദ്ധ ബൈബിൾ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആയിരിക്കണം എന്നല്ല. മറിച്ച് ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നാം വചനപ്രകാരം ജീവിച്ചാൽ പിശാചിന് നമ്മുടെ മേൽ യാതൊരു അവകാശവുമില്ല. കാരണം വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വത്താണ്, ദൈവത്തിന്റെ സമ്പത്താണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മെ പിശാചി തൊടണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണ്ടത്. യോബിനെ പരീക്ഷിക്കുവാൻ പിശാചിന് ദൈവത്തോട് അനുവാദം വാങ്ങേണ്ടി വന്നു. കാരണം പിശാചിന് ദൈവത്തിന്റെ സ്വത്തിനെ തൊടുവാൻ യാതൊരു അർഹതയുമില്ല, അവന് അവകാശമില്ല. ഇനി അഥവാ അവനെ തൊടണമെങ്കിൽ അവന് ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടി വരും, ദൈവത്തോട് ചോദിക്കേണ്ടി വരും. പത്രോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യേശു പത്രോസിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. പത്രോസെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. നോക്കണേ, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയുവാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ അനുവദിച്ചു കൊടുത്തു. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ നിന്റെ വിശ്വാസത്തെക്കുറിച്ച് കൺസേൺഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, പത്രോസിനെ ബലപ്പെടുത്തണമേ, അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ. യേശുവിന്റെ പ്രാർത്ഥന പോലെ സംഭവിച്ചില്ലേ? സംഭവിച്ചു. പത്രോസിനെ പരീക്ഷിപ്പാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അവൻ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ യേശുവിന്റെ പ്രാർത്ഥന പോലെ വിശ്വാസം പോയില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ വിശ്വാസത്തിനെല്ലാം പോയേനെ. യൂദ വിശ്വാസത്തിന് പോയില്ലേ? പത്രോസിന് വിശ്വാസം പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. നോക്കണേ, ഈ തള്ളിപ്പറഞ്ഞവനെയാണ് പെന്തക്കോസ്ത് നാളിൽ പരസ്യമായി ദൈവം ഉപയോഗിച്ച് 3000 പേരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ഉപകരണമാക്കി മാറ്റിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. ഇവിടെയും കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷയിലേക്ക് അകപ്പെടുത്തുന്നത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. പിതാവ് ദൈവം അനുവദിക്കാതെ പുത്രനായ യേശുവിന് പരീക്ഷ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമുക്ക് മറ്റൊരു വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കേവലം ഒരു അനുവാദം കൊടുക്കുകയല്ല ദൈവം ചെയ്യുന്നത്, മറിച്ച് ഈ പരീക്ഷയുടെ നടുവിൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ള വഴികളും ഒരുക്കിക്കൊണ്ടാണ് ദൈവം നമ്മെ പരീക്ഷയിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അതേപോലെ തന്നെ ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. നമുക്ക് കഴിയുന്നത് മാത്രമേ ദൈവം നമ്മെ അനുവദിക്കുകയുള്ളൂ. പക്ഷേ കർത്താവ് യേശുക്രിസ്തു നമ്മെപ്പോലല്ലോ. യേശുക്രിസ്തു സകലത്തെ മീതെ ജയം ഉള്ളവനാണ്. യേശു എന്തു ചെയ്തു? ആ പരീക്ഷയുടെ നടുവിൽ അവന് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ അനുവദിച്ചാൽ നമുക്ക് കഴിയുന്നതിന് മീതെയുള്ള പരീക്ഷ അവൻ അനുവദിക്കുകയില്ല. രണ്ടാമത്, നമ്മുടെ പരീക്ഷയുടെ നടുവിൽ നാം രക്ഷപ്പെടുവാൻ അവൻ പോക്കുവഴികളും ഉണ്ടാക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം അത് നിങ്ങൾക്ക് അനുവദിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ജയിപ്പാൻ കഴിയും. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജീവിതത്തിൽ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ മേൽ പകർന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.